നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും കഷ്ടകാലം തന്നെയാണ്. പരാജയത്തിൻ്റെ പടുപാതാളത്തിലേക്കാണ് പാർട്ടി പതിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവതരമാർന്ന സ്വഭാവം. ഇതിനിടയിൽ MP ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് പാർട്ടിയെ ഇത്രത്തോളം ദയനീയമായ പരാജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് എന്നുള്ള പാർട്ടി പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം ഉയർന്ന ഒരു പരാതി അത് തന്നെയായിരുന്നു. പാർട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കുന്നതിനും തിരുത്തുന്നതിനും പകരം പാർട്ടി നിലവിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ തന്നെ വീണ്ടും പാർട്ടിയുടെ തലപ്പത്തിരുന്ന് പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ ശുദ്ധികലശം ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടി നടക്കുന്നു. പാർട്ടിയിൽ നിന്നും പിരിഞ്ഞുപോയ വിമത സ്ഥാനാർത്ഥികളായി പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ച TK ഗോവിന്ദൻ, B കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ എന്നിവർക്കെതിരെ ഇപ്പോഴും പാർട്ടി വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നു. അതൊരു കഴിഞ്ഞ അധ്യായമായി മനസ്സിലാക്കാതെ ഇനി എങ്ങനെയാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട്, അതായത് G സുധാകരനെയും TK ഗോവിന്ദനെയും B കുഞ്ഞികൃഷ്ണനെയും വർഗവഞ്ചകർ എന്ന് മുദ്രകുത്തിക്കൊണ്ട് MP ഗോവിന്ദൻ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. G സുധാകരനെ സംബന്ധിച്ചിടത്തോളം 13-ാം വയസ്സിൽ പാർട്ടിയുടെ ചെങ്കൊടി പിടിച്ച് വന്ന നേതാവാണ്. എനിക്ക് തോന്നുന്നു പാർട്ടിയിൽ ഏതാണ്ട് 61 വർഷത്തിലേറെ പാരമ്പര്യം അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. ആ സുധാകരനാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പാർട്ടിയുടെ സൈദ്ധാന്തിക തലത്തെക്കുറിച്ച് യാതൊന്നും ചുക്കിനും ചുണ്ണാമ്പിനും മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണ് MP ഗോവിന്ദൻ. MP ഗോവിന്ദൻ്റെ സംസാരം തന്നെയാണ് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്ന് സുധാകരൻ ഒരു വേള ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും താരതമ്യേന MP ഗോവിന്ദനെതിരെ ആഞ്ഞടിക്കുന്ന രീതി സുധാകരൻ ഒരിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ MP ഗോവിന്ദനെതിരെ അതിശക്തമായ രീതിയിൽ ചില താക്കീതുകൾ നൽകിക്കൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. പാർട്ടിയുടെ സൈദ്ധാന്തിക തലം എന്താണെന്ന് മനസ്സിലാക്കാതെ, പാർട്ടിയുടെ തത്വാവബോധം എന്താണെന്ന് മനസ്സിലാക്കാതെ, താൻ സ്വയം ഒരു സൈദ്ധാന്തികനാണ് എന്ന് ചമഞ്ഞ് നടക്കുന്ന വിഡ്ഢിയാണ് MP ഗോവിന്ദൻ എന്ന് G സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ അനാരോഗ്യകരമായ പ്രശ്നങ്ങളെല്ലാം G സുധാകരൻ സമ്മതിക്കുന്നതോടൊപ്പം പിണറായി വിജയൻ അത്ര കണ്ട് കടന്നാക്രമിക്കാൻ സുധാകരൻ തയ്യാറാകുന്നില്ല. എന്നാൽ പാർട്ടിയുടെ പരാജയത്തിന് കാരണക്കാരനായ MP ഗോവിന്ദൻ തൽസ്ഥാനത്ത് നിന്ന് മാറിയാലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് MP ഗോവിന്ദൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിഡ്ഢിക്ക് സമാനമായ രീതിയിലുള്ള ഒരാളാണ് ഇപ്പോൾ CPM-നെ നയിക്കുന്നത് എന്നുള്ളതാണ് CPM-ൻ്റെ ദയനീയമായ സ്ഥിതി എന്നുകൂടി G സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. പാർട്ടിയുടെ സൈദ്ധാന്തിക ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരു നേതാവെന്ന രീതിയിൽ അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ ഈ പാർട്ടി MP ഗോവിന്ദനെ പോലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥ വർഗവഞ്ചകൻ MP ഗോവിന്ദനാണ് എന്നാണ് G സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. MP ഗോവിന്ദൻ്റെ ജില്ലയിൽ പോലും പാർട്ടിക്ക് 5 സീറ്റിലധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അയാളാണ് വർഗവഞ്ചകൻ. അടിസ്ഥാന വർഗത്തിന് ഒറ്റ കൊടുത്തുകൊണ്ട് ഇപ്പോഴും ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് താൻ വലിയ സൈദ്ധാന്തികനാണെന്ന് ഭാവിക്കുന്ന MP ഗോവിന്ദനെ പുറത്താക്കാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങിപ്പോകാതെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന തരത്തിൽ G സുധാകരൻ സംസാരിക്കുന്നു. ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ 2026 CPM-നുണ്ടായ പരാജയവും അതേ തുടർന്ന് CPM-നകത്തുണ്ടാകുന്ന ഇത്തരം കലാപങ്ങളെയും ഫവാസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് പറയുന്നത് നമ്മൾ ആദ്യം പറയേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എവിടെ നിന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടി അതിദയനീയമായി തോൽക്കുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, അടിത്തട്ടിൽ വരെയുള്ള പല ആരോപണങ്ങൾ വരുന്നു, എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ഏറ്റവും ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഉത്ഭവം, സോഴ്സ് എന്ന് പറയുന്നത് MP ജയരാജനുമായി ബന്ധപ്പെട്ടാണ്. MP ജയരാജൻ ഒരു പ്രസ്താവന നടത്തുന്നു, പാർട്ടി വിട്ടുപോയ മുൻ നേതാക്കന്മാരെ എല്ലാവരും പാർട്ടിയിലോട്ട് തിരിച്ചു വിളിക്കണം, അത് അത്യാവശ്യമാണ് എന്നുള്ള തരത്തിലാണ് MP ജയരാജൻ കാര്യങ്ങൾ പറയുന്നത്. MP ജയരാജനെതിരെ മറുപടിയുമായി ഈ പറഞ്ഞ പോലെ MP ഗോവിന്ദൻ വരുന്നു. MP ഗോവിന്ദൻ അപ്പോൾ അതിന് പറയുന്നു, അങ്ങനെ ആരും തിരിച്ചു വിളിക്കാൻ ഇതേവരെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ തീരുമാനിക്കുകയുമില്ല, പാർട്ടിയുടെ അജണ്ടയുമല്ല ഇക്കാര്യം എന്നുള്ളത് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് തുറന്നടിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയുന്നു. പാർട്ടി വിട്ടുപോയവരെല്ലാവരും പാർട്ടി വഞ്ചകരാണ് എന്നുള്ളതും, വർഗവഞ്ചകരാണ് എന്നുള്ളതും, ജനങ്ങളെ പറ്റിച്ചവരാണ് എന്നുള്ളതും, ഇത്തരത്തിലുള്ള പൈസയുടെ കൊതിമൂർത്ത്, ആക്രാന്തമൂർത്ത് അല്ലെങ്കിൽ
സ്ഥാനാർത്ഥിത്വം പിന്നെ പലതരത്തിലുള്ള സ്ഥാനങ്ങൾ കിട്ടും എന്നുള്ളത് ആഗ്രഹിച്ചു, അധികാരമോഹം, പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ. ഈ പറഞ്ഞ പോലെ ഗോവിന്ദ മാഷ് പല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം പാർട്ടി വിട്ടത് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് വലിയ തരത്തിൽ ഇപ്പം 2-3 ദിവസമായിട്ട് വലിയ തരത്തിൽ കൊടുമ്പിടി കൊണ്ട് ചർച്ചയാണ് മാധ്യമങ്ങളിലെല്ലാം നടക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ MP ഇപ്പം നിലവിൽ വന്ന പയ്യന്നൂർ, തളിപ്പറമ്പ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അമ്പലപ്പുഴ ജി സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ തിരിച്ച് പാർട്ടിയിലോട്ട് പോകുമോ എന്നുള്ള ചോദ്യം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കൂടി നടക്കുന്നത്. അതിന് മറുപടി ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ജി സുധാകരൻ മറുപടി അദ്ദേഹത്തിന് കൃത്യമായി കൊടുക്കുന്നത്. യഥാർത്ഥ വർഗവഞ്ചകൻ ആരാണെന്നുള്ളതും പാർട്ടിയെ പറ്റിച്ചത് ആരാണെന്നുള്ളതും അദ്ദേഹത്തിന് നേരെ വേണ്ട എന്താണ് പാർട്ടി എന്ന് അറിയുമെന്നുള്ളതും അദ്ദേഹം കാണുന്നതിന് മുമ്പേ ഞാൻ പാർട്ടി കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വരുമ്പോൾ അദ്ദേഹമൊക്കെ എന്താ പറയുക അത്രയും ജൂനിയർ ആണെന്നുള്ളതും അദ്ദേഹം വരുമ്പോൾ തന്നെ ഞാൻ സീനിയറായിട്ട് നിൽക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ പാർട്ടിയുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളതും അജണ്ട എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതും പാർട്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതും എന്നെ ആരും പഠിപ്പിക്കേണ്ട, യഥാർത്ഥ വർഗവഞ്ചകൻ ആരാണെന്നുള്ളത് എനിക്കാരും ഓതി തരേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ജി സുധാകരൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. കാരണം ഇന്നൊന്നിലും സാറ് പറഞ്ഞ പോലെ ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയതല്ല അദ്ദേഹം പാർട്ടി. അദ്ദേഹം ജനിച്ചു മുതലേ 13-ാം വയസ്സെന്നാണ് സാറ് പറഞ്ഞത്. എത്ര ഏകദേശം 40-50 വർഷത്തോളം പാർട്ടി കുടി പിടിച്ച് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് നടക്കുന്ന ഒരാൾക്ക് ഇന്നലെ കയറി വന്ന ഈ പറഞ്ഞ പോലെ ഗോവിന്ദ മാഷി എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? 60 വർഷത്തെ, അതായത് 13-ാം വയസ്സിലാണ് അദ്ദേഹം പാർട്ടിയിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എത്ര 73-74 വയസ്സ് എത്രയുണ്ട്? അത്രയും കാലം അദ്ദേഹം പാർട്ടി തന്നെയായിരുന്നേ. പാർട്ടിയിലായിരുന്ന സജീവ പ്രവർത്തകൻ തന്നെയായിരുന്നു, തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ ചില നയവൈകല്യങ്ങളോട് പ്രതിഷേധിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അവിടെ അപ്പോഴും ആൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞാൻ ഈ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടിയിൽ നിന്ന് ഞാൻ സ്വമേധയെ രാജിവെച്ച് പോയിട്ടില്ല, പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള പാർട്ടിക്കെതിരെ വിമർശിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പരാജയ കാരണമായി താൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി പാർട്ടിയെ വിമർശിക്കാത്ത ഒരാളെ വർഗവഞ്ചകൻ എന്ന രീതിയിൽ ഇവർ മുദ്രകുത്തുന്നതെന്നാണ് ഇയാൾ ജി സുധാകരൻ ചോദിച്ചിരിക്കുന്നത്. അത് ഒരുപാട് അർത്ഥതലങ്ങൾ അതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ പാർട്ടിയുമായി നടക്കുന്ന ആളുകൾ, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഒരു തരത്തിൽ അതിനെ നയിക്കാൻ യോഗ്യരല്ല എന്ന് നിശബ്ദമായി പിണറായി വിജയനെതിരെയും അതുപോലെ പ്രത്യക്ഷമായ ഗോവിന്ദനെതിരെയും ചൂണ്ടിക്കാണിക്കുകയല്ലേ ജി സുധാകരൻ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ MP ഗോവിന്ദൻ മാഷിനെതിരെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞു. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും പറയാറുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കടന്ന് കയറി അതായത് പേരെടുത്ത് ആക്രമിക്കുന്ന രീതി ഇതേവരെ ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് നാളിതുവരെ ഏകദേശം 2-3 മാസം ആവാനാവുന്നു. പക്ഷേ ഇന്നേ വരെ പല കാര്യങ്ങളും പല മാധ്യമത്തിനോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നിയമസഭയിലാണെങ്കിൽ പോലും പിണറായി വിജയൻ്റെ MP ഗോവിന്ദൻ്റെ പേരെടുത്ത് ഇതേവരെ ജി സുധാകരൻ സംസാരിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വർഗവഞ്ചകം എന്നുള്ളതും പാർട്ടിയെ പറ്റിച്ചു എന്നുള്ളതും അധികാരമോഹമാണെന്നുള്ളതും പല കാര്യങ്ങളുമായി മുമ്പോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിൽ എന്താ പറയുക MP മാഷിനെതിരെ പേരെടുത്ത് പരാമർശിച്ച് രംഗത്ത് വരുന്നത്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് പാർട്ടി എന്താണെന്ന് ഗോവിന്ദൻ അറിയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഗോവിന്ദന് പറയുന്ന ഭാഷകളിൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതും അദ്ദേഹം എന്താണ് ജനങ്ങളോട് പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നത് എന്നുള്ളതും ഇടയ്ക്കൊന്ന് ഒഴിവ് കിട്ടുമ്പോൾ അതൊന്നും എടുത്ത് കേൾക്കണം എന്നുള്ളത്, എത്ര ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്നത് വിശകലനം ചെയ്യണം എന്നുള്ളത് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇത്തരത്തിൽ കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകൾ ജനങ്ങൾക്ക് മുമ്പിലിരുന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ പറയുന്നു. ജനങ്ങൾക്ക് ഇത് അറിയില്ല. ഇപ്പോഴും കൃത്യമായിട്ട് പല ആൾക്കാരും ട്രോളി പറയാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു സഖാവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ഭാഷകൾ. ഒന്ന് ലളിതമായി പറയൂ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അപ്പം ആർക്കും പറയാൻ പറ്റില്ല. അടിത്തട്ടിൽ ഒഴുകുന്ന നിശബ്ദത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാക്കുകൾ ഇന്നേ വരെ മലയാളം ഡിക്ഷണറിയിൽ ഉണ്ടാവാം. പക്ഷെ ആരും ഉപയോഗിക്കാത്ത പല ടേംസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഭയപ്പെടുത്തുന്ന. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മറുപടി കൊടുത്തു, എന്നാൽ അതിൽ ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ലേനും. ഇത്തരത്തിലുള്ള നിഗൂഢമായ കുറച്ച് സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇനി കേരളത്തിൽ നടപ്പാകില്ല എന്നുള്ളതാണ്. ഇത്രയും കാലം ആൾക്കാർ അങ്ങനെ പറയുന്നവരെ ബുദ്ധിജീവിയായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം സതീശൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. സതീശൻ ഇത്തരത്തിലുള്ള ഇപ്പം ഈ പ്രതിപക്ഷ നേതാവിരിക്കുമ്പോൾ അദ്ദേഹം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളെന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഏറ്റവും ഉദാഹരണം, ഇപ്പം നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ അദ്ദേഹം ഉദാഹരണം അടക്കം പറഞ്ഞത് എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ഉണ്ട്, അതിൽ ഞാൻ ഇത്ര ആൾക്ക് ഇത്ര പൈസ കൊടുത്തില്ല. ഇത്ര വലിയ ടെക്നിക്കൽ ടേംസ് ഒന്നും ഉപയോഗിക്കാറില്ല. വളരെ സിമ്പിളായിട്ട് കേരളത്തിലെ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത്തരത്തിൽ കടിച്ചാൽ പൊട്ടാത്ത വലിയ വാക്കുകൾക്ക് MP ഗോവിന്ദൻ ഒരുപാട് ബുക്ക് ചിലപ്പോൾ അദ്ദേഹം വായിക്കുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് കൂടി അത് മനസ്സിലാവണം. ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ കടികട്ടി വാക്കുകളും പഠിച്ച് നിൽക്കുന്നവരൊന്നുമല്ല. അത് ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് കരുതിയിട്ട് സന്ദേശം എന്ന സിനിമ
സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതായത് ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നൊന്ന് ലളിതമായി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ്റെ കഥാപാത്രം ഇടപെട്ട് പറയുന്നുണ്ട്, ഉത്തമ നീ അവിടെ ഇരിക്കും, പാർട്ടി ക്ലാസ്സിൽ വരാത്തതുകൊണ്ടാണ് നിനക്ക് ഇത്തരം കാര്യങ്ങൾ പിടികിട്ടാത്തത്. അതായത് പാർട്ടിക്കാർക്ക് മാത്രം, പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്നൊരു ഭാഷ അവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷിൻ്റെ ഭാഷയിലുള്ളത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ഗ്രാമർ തെറ്റാതെ 10 വാക്ക് പറയാൻ സാധിക്കുമോ, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാമോ എന്ന് വരെ കടത്തി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഇന്നേ വരെ കാണാത്തൊരു സുധാകരനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം കടിച്ചമർത്തി വേണ്ട മീൻസ് ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തവരാണല്ലോ, അതുകൊണ്ട് ഒരു കടന്നാക്രമണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ജി സുധാകരൻ. പക്ഷേ ഇപ്പോൾ എല്ലാം മാറുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കമുള്ള നേതാക്കന്മാർ ഈ പറഞ്ഞ പോലെ ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും കോപ്പ് കൂട്ടുന്നു എന്നുള്ള സാധനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ MA ബേബിയും അതുപോലെ തന്നെ P ജയരാജനും പോലത്തെ പല നേതാക്കന്മാരും ഒരു സമാന്തര CPM-നുള്ളിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ അതൊരു വേറെ വിഷയം തന്നെ, നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കാണ്. അല്ല, ഇവിടെ ഫവാസെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഫവാസ് പറഞ്ഞത് തന്നെയാണ്, ഈ MV ഗോവിന്ദനെതിരെ MV ജയരാജൻ ഇത്തരം ഒരു ചർച്ച സജീവമായി നിർത്തുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഇതേതെങ്കിലും തരത്തിൽ ഈ തളിപ്പറമ്പ് വിഷയം ഒരു കാരണവശാലും പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ചർച്ചയാവാതെ പോകരുത്, അഥവാ 1-2 ചർച്ച മാത്രം അവിടെ പോരാ. കാരണം ഈ തൻ്റെ പിന്തുടർച്ചാവകാശക്കാരിയായി ശ്യാമള വരണം എന്ന് മന്ത്രിയായും MLA ആയും ഒക്കെ 3 വട്ടം ഇരുന്ന MV ഗോവിന്ദൻ പാർട്ടിയിൽ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ പാർട്ടി അപജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള കാര്യം സജീവ ചർച്ചയിൽ നിർത്തി MV ഗോവിന്ദനെ പടിയിറക്കാൻ വേണ്ടി തന്നെയാണ് MV ജയരാജൻ ഇത്തരം ഒരു സജീവമായ ചർച്ച നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ നമ്മളിത് കൂട്ടിവെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പറഞ്ഞ പോലെ കൺക്ലൂഷനിലോട്ട് എത്തിക്കഴിഞ്ഞാലും തെറ്റില്ല എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ പറഞ്ഞ അടുത്തൊരു ടോപ്പിക്ക് നമുക്കത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഈ MA ബേബിയുടെ കാര്യം ഇപ്പോൾ ഇത് വെച്ചതും എല്ലാം പാടെ കൂട്ടി ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളൊരു സമാന്തര CPM ഉണ്ടാകുന്നു എന്നുള്ള അതെ, പുതിയൊരു അച്ചുതണ്ട് എന്തായാലും വരുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് അടുത്ത വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിലോട്ട് വന്നാൽ എന്നിരുന്നാൽ പോലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ മിണ്ടാണ്ടിരുന്ന മാഷമടക്കമുള്ള നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അമ്പലപ്പുഴ നേതാവ് ജി സുധാകരൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ UDF നേതാവ് ജി സുധാകരൻ കൃത്യമായി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഇതിന് മറുപടിയായി കൊടുത്തു. ഒന്നുകൂടി ഇടപെട്ട് ക്ഷമിക്കണം, കൊടുത്തു എന്ന് പറയുന്നതിലും കിട്ടിയോ ഇല്ല, ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയില്ലേ MV ഗോവിന്ദന്റെ അവസ്ഥ? അല്ല, ഇതൊരിക്കലും ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറയില്ലായിരുന്നു, ജി സുധാകരൻ ഒരിക്കലും പറയില്ലായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറി അദ്ദേഹം മാന്തിയത് എന്നുള്ളത് മാത്രമാണ്. അപ്പം എന്തായാലും ഇനി ഇതിന് മറുപടിയായി മാഷി വരുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നു മാഷി ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം എങ്ങാനും ഇനി ഈ തീക്ക് പറഞ്ഞ പോലെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് വീണ്ടും ആളിക്കത്താനേ ചാൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഏതൊക്കെ തരത്തിൽ പോകുന്നുള്ളതും ഇതിന് മറുപടിയായി ഇനി ഗോവിന്ദൻ മാഷി വരുമോ എന്നുള്ളതും വലിയ തരത്തിലുള്ള ആകാംക്ഷ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.